പി സി വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാൻ വിജയകുമാർ KTR ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആനക്കുളത്തുള്ള കുടുക്കുത്തുപാറയിലേക്കൊരു യാത്രയാണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളും. ഞായറാഴ്ചയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒറ്റയ്ക്കല്ല നമ്മൾ ഇന്ന് വ്ളോഗിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെയാണ് ഈ ട്രിപ്പ് ഒന്ന് എൻജോയ് ചെയ്യാൻ വന്നത്. പിന്നെ ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത 2021 പോവുകയാണ്. ആ ഒരു സമയത്താണ് ഞങ്ങളെല്ലാം കൂടെ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ ജീവിതത്തിൽ ഒന്നും പ്ലാൻ ചെയ്ത് കിടക്കുന്ന പല കാര്യങ്ങളും നടക്കത്തില്ല. പക്ഷേ ഇന്ന് ഇവരുമായിട്ട് ഈ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പാഞ്ഞെത്തിയത്. രാവിലെ വരണ്ടായിരുന്നു. രാവിലെ നല്ല മഞ്ഞുള്ള സമയമാണ് ഇപ്പം. പക്ഷേ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഈ വീഡിയോ വൈകുന്നേരത്തെ ആയാലും നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പം ഇഷ്ടംപോലെ തിരക്കുണ്ട്, ആളുണ്ട്, അടിപൊളിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് വർഷങ്ങൾ പഴക്കമുള്ള കുടുക്കുത്ത് കാവ് എന്നറിയപ്പെടുന്ന കാവാണിത്. പൊങ്കാലയൊക്കെ ഉണ്ട്. ഭയങ്കര തിരക്കാണിപ്പം. ഞാൻ അന്ന് വന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. എന്തുമാത്രം തിരക്കാണ് ഇവിടെ. ഞങ്ങൾ കുടുക്കുത്തുപാറയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കയറ്റമാണ്. കുറേ സ്റ്റെപ്പ്. എത്ര സ്റ്റെപ്പ് ഉണ്ടോ? 800? 800 ചുമ്മാ 800 10-200 സ്റ്റെപ്പ് കാണുമായിരിക്കും. തള്ളൻ്റെ കാര്യത്തിൽ എല്ലാവരും തള്ളല്ലേ. ആണല്ലേ, നാച്ചുറൽ വഴിയായിരുന്നു. ഇപ്പോഴാണ് സ്റ്റെപ്പൊക്കെ ആയത്. അതല്ലേ, തീർച്ചയായിട്ടും. എവിടുന്നാ ഞങ്ങള്? കൊട്ടാരക്കര. കൊട്ടാരം എവിടെ? ഞങ്ങൾ കൊട്ടാരം നെല്ലിക്കുന്നു. അത് തന്നെ. ഓക്കെ. മുകളിൽ കാണാനുണ്ട്. ഞങ്ങൾ കുറച്ച് പകുതിയോളം ആയിരുന്ന റെസ്റ്റ്, വെള്ളം കുടിക്കാൻ വേണ്ടി റെസ്റ്റ് എടുത്ത്. അപ്പോൾ നമ്മൾ ടോപ്പെത്തി, കുടുക്കുത്തുപാറ ടോപ്പെത്തിയില്ലേ. അപ്പം നമ്മൾ കുടുക്കുത്തുപാറയുടെ ഒരു സീക്രട്ട് വ്യൂ ഉണ്ട്. ആ വ്യൂവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അറിയാത്ത ഒരു വ്യൂ ആണിത്.
അപ്പോൾ കുടുക്കുത്തുപാറയിൽ ആരും വരാത്ത ഒരു വ്യൂ ആണ്. കാരണം ഇതിനപ്പുറത്താണ് കുറേ ആൾക്കാർ ഇരിക്കുന്നത്. നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ സൂപ്പർ കാറ്റാണ്, എന്ത് രസമാണ്. അപ്പം നല്ല അടിപൊളി കാറ്റാണ്, സൂപ്പർ ഫീലാണ് കേട്ടോ, അടിപൊളി. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഞങ്ങള് ഈ വെള്ളം കുടിച്ച് ഉണ്ണിയപ്പം വരും, നമ്മൾ കൊട്ടാലിൽ ഉണ്ണിയപ്പം നമ്മളത് കഴിക്കുക. സൂപ്പർ കാടാണ്. പക്ഷെ കുടുക്കുത്തുപാറ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ടാണ്. കാര്യം ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും കാഴ്ച കാണാൻ പറ്റുന്ന അടിപൊളി ഒരു സൈറ്റാണിത്. ചുറ്റും വനം. അത് എങ്ങോട്ടുള്ള ആ മലകൾ എങ്ങോട്ടുള്ള മോനെ? തമിഴ്നാട് ചെങ്കോട്ട കന്യാകുമാരി മല നിരകളാണ് അതൊക്കെ. സംഭവം അടിപൊളി കാറ്റാണ് കേട്ടോ, സൂപ്പർ ഒരു വ്യൂ ആണ്. ഇപ്പം ഇവിടെ അതിൻ്റെ മുകളിൽ ഏകദേശം ഒരു 100-300 പേര് ആ പാറയ്ക്ക് മുകളിൽ കാണും. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, നമ്മളതിന് താഴത്തെ ഒരു ചെറിയ വ്യൂവിൽ വന്ന് നിൽക്കുക. അപ്പം ഇവിടെ ആരും അങ്ങനെ വന്നിട്ടില്ല. ഇവിടെ അങ്ങനെ ആൾക്കാർ ഇറങ്ങി വരുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ ഇവിടുത്തെ നാട്ടുകാരനായതുകൊണ്ട് ബിനീഷ് നമ്മളെ ഇവിടെ എത്തിച്ചു. തീർച്ചയായും. അത് ഇവിടെ വന്നിട്ട് ഗൈഡ് വേണമെങ്കിൽ ബിനീഷ് ബാബു, അദ്ദേഹം ആനക്കുളത്താണ് സ്ഥലം. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരാറുണ്ട്. ഇവിടെ എൻ്റെ ചേട്ടന്മാരുടെ മക്കളും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട് ഇതിനകത്ത്. അവരെ പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി അവരെ തന്നെ ഒന്ന് പരിചയപ്പെടുന്നതായിരിക്കും. പറഞ്ഞോ. എൻ്റെ പേര് ആദിത്യാണ്. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ആര്യ കൃഷ്ണൻ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അതില്യ കൃഷ്ണൻ, ഞാൻ +1 പഠിക്കുന്നു. ബിനീഷ്, അങ്ങനെയുള്ള നമ്മൾ വേണ്ടത്. അപ്പം കുടുക്കുത്തുപാറയിലേക്കുള്ള നമ്മുടെ ഒരു 2ാമത്തെ യാത്രയാണിത്. കാര്യം നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു വ്യക്തിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഈ ഒരു യാത്ര ഒന്നുകൂടി കുടുക്കുത്തുപാറയിലേക്ക് വന്നത്. കാരണം കഴിഞ്ഞ ഒരു വർഷം മുന്നേ നമ്മൾ 2 വീഡിയോസ് മറ്റൊരു ചാനൽ, അതായത് വിക്കിസി വ്ലോഗ് എന്ന എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതിലൂടെ 2 വീഡിയോ ഇട്ടിരുന്നു. അതിലൊരു വീഡിയോ ആണ് ഈ കുടുക്കുത്തുപാറ. പക്ഷേ അന്ന് ആ ചാനൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയില്ല. അതിനുശേഷം നമ്മൾ PC വ്ലോഗ് തുടങ്ങിയത്. പറയതാ ഇവിടെ ഒരു ഹോളുള്ളൊരു മരം ഉണ്ടായിരുന്നില്ല, അതെന്ന് വെച്ചാൽ ഇത് TV പറയണം. എവിടെ ഇനി അങ്ങോട്ട് കിടക്കണ പോലെ
അഗസ്ത്യരൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന ഗ്രൗണ്ട് കളി നടക്കുന്നുണ്ട് അല്ലേ? ഈ മൂട്ടിപ്പഴത്തിന്റെ സീസൺ എപ്പോഴാണ്? മഴ സമയത്തല്ലേ? നെല്ലിക്ക അത് എല്ലാം പറിച്ചു തീർന്നു. ഇതൊക്കെയാണ് നെല്ലിക്ക ഈ ടൈമൊക്കെ കഴിഞ്ഞ സമയത്ത് ചെറിയ പുട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിക്കുന്നുണ്ടായിരുന്നു. കൂടി എങ്ങനെയുണ്ട്? അടിപൊളി സൂപ്പർ സൂപ്പറാണ്. സൂപ്പർ ഇങ്ങനെ നേരോട്ട് വന്നിട്ട് ഇങ്ങനെ ഇതെന്തിനാ ഈ പാറ കയറാനാണത്? അന്നോ അപ്പം ഞങ്ങൾ പോകുന്നത് AC പാറയിലേക്ക് പോവുകയാണ്. നോക്കി ഇറങ്ങി പോണേ, നോക്കി സൂക്ഷിച്ചിറങ്ങി പോണേ. നോക്കിയിരിക്കണം, സൂക്ഷിച്ചിരിക്കണം. AC പാറയൊക്കെയാണ്. അപ്പോൾ നമ്മളിരിക്കുന്നത് ഈ കുറുക്കത്ത് പാറ AC പാറയാണ്. എന്ന് വെച്ചാൽ ആ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കിഴക്ക് ഭാഗത്തു നിന്നും വടക്കുനിന്നും കാറ്റ് വരാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉള്ള ഒരു ഭാഗമാണ് AC പാറ എന്ന് പറയുന്നത്. സൂപ്പർ കാറ്റാണ്, നല്ല കാറ്റാണ് ഇവിടെ. അപ്പോൾ അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കിനി അടുത്ത ഏരിയയിലേക്ക് പോകാം. അമ്മ ഇത് കണ്ടോ അമ്മ? അല്ല ഈ മലയിൽ എത്ര ആൾക്കാര് എനിക്ക് തരൂ ചിറകെനിക്ക്. പാട്ട് കേട്ടിട്ടുണ്ടോ? പൂവ് എനിക്ക് തരൂ ചിറകെനിക്ക്. നല്ല പാട്ടറി കോഴിയുടെ ആ പാട്ടൊന്ന് പാടും. കോഴി പട്ടാഴിയില്ലേ? നിങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെട്ട. പേര് ബിബിൻ, ആൽബിൻ, ജോമോൻ. ഇവിടെ തന്നെ അല്ലേ മണ്ണൂര്. മണ്ണൂരില്ലേ? ഷിബിൻ, ഷിബിൻ, അബി. അബി. അപ്പം സ്ഥലം പട്ടാഴിയില്ലേ? പട്ടാഴി, മൈലം പട്ടാഴി. മൈലം പട്ടാഴി. ഞാൻ കൊട്ടാരക്കര നെല്ലിക്കുന്ന്. കൊട്ടാരക്കര നെല്ലിക്കുന്ന്. നെല്ലിക്കുന്ന സ്ഥലം കേൾക്കുന്നു. അല്ലേ, നല്ല നല്ലത്. അപ്പം നമ്മൾ കൊടുക്കുത്തുപാറയിൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളാണ്, പട്ടാഴിയുള്ളവരാണ്. എപ്പോൾ നിങ്ങൾ കാറിലല്ലേ? ശരി, എന്നാൽ നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ. അപ്പം ഞങ്ങൾ ഈ കുടുക്കുത്തുപാറയിലെ ഏറ്റവും മനോഹരമായ വ്യൂ ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം സംഭവം കിടുക്കാണ്. മിന്നുവേ, എങ്ങനെയുണ്ട് യാത്ര? പാറ കിടുക്കല്ലേ പാറ? ചിന്നുവേ
ഓ ഇങ്ങോട്ട് നോക്കിയട്ടെ. കുടുക്കുത്തുപാറയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കാരണം സമയം ഏകദേശം വൈകിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3-4 പേരെ ഇനി മുകളിലുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ് റിട്ടേൺ അടിക്കാൻ പറഞ്ഞു. അപ്പോൾ സൂപ്പറായിരുന്നു, കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് യാത്ര? അടിപൊളിയാണല്ലോ. ഇനിയാണ് ഇപ്പം നമ്മൾ പോകുന്നതേ. ഇവിടെ ഒരു സായിപ്പും ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്. ആ ഗുഹയെ അടുത്തോട്ടൊന്ന് പോകാം. പക്ഷേ മൊത്തം അടഞ്ഞു കിടക്കും, അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. എങ്കിലും നമ്മൾ വന്നിട്ട് പോയി നോക്കാതെ പോകുന്നത് മോശമല്ലേ? ഈ മെയിൻ പാറ ഉണ്ടല്ലേ, അത് എങ്ങനെ തറ തച്ചിരിക്കുന്നു ഒന്നും അറിയത്തില്ല. ഈ വലിയ പറയില്ലേ? ഒരു കവറായിട്ട് അപ്പോൾ ഇതാണ് സായിപ്പിൻ്റെ ഗുഹ എന്ന് പറയുന്നത്. ഇവിടെ ഫുള്ള് അടച്ചു വെച്ചിരിക്കുകയാണ്, പാറ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അകത്തോട്ട് ഗുഹ ഉണ്ടായിരുന്നോ കണ്ണാ? ഇത് സ്മെല്ല്. ഇത് പോയി മറ്റേ ഇത് പട്ടി, കാട്ടിലെ പട്ടി ചാടിപ്പോയി. പട്ടി ഉണ്ടായിരുന്നു, കടിക്കുന്നില്ല. ചെന്നായ എപ്പം പോയി എത്രയുണ്ട് നമ്മളെ പട്ടിയാണ് അത്ര കടിക്കുവോ? സീനുണ്ടോ? ഇതില്ലേ കൊടുക്കു ചേറാ? ഇടയ്ക്ക് കയറിക്കാൻ തട്ടി തരാം. അതുകൊണ്ട് അപ്പുറം നോക്കട്ടെ, അവിടെ അങ്ങനെ ഇരിക്കാം. ഇതെല്ലാം കണ്ടേറ്റും ടോപ്പ് പോറാ. അതാ മീൻ പറ. കുടുക്കുത്തുപാറയുടെ ഏറ്റവും ബോട്ടമാണ്, ഏറ്റവും അടിഭാഗമാണ്. ഇത് എങ്ങനെ ഇത് തറ കൊണ്ടിരിക്കുന്ന പറയുമ്പോൾ, കാരണം കുറേ ഭാഗം ഇഞ്ഞ് ചരിഞ്ഞിരിക്കുക. ഇതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ പാറയുടെ ഏറ്റവും താഴത്തെ ഭാഗം. ഇത് സംഭവം ഇതിൻ്റെ കീഴിലോട്ടാണ് ആ സായിപ്പും ഗുഹ എന്ന് പറയുന്ന സംഭവം ഉള്ളത്. അത് മൊത്തം കല്ലിട്ട് അടച്ചു വെച്ചിരിക്കും. നല്ല ഗുഹയായിരുന്നു, കയറി ഇരിക്കാൻ പറ്റുന്നതിനുള്ള ഗുഹയായിരുന്നു. കല്ലിട്ട് അടച്ചു വെച്ചിരിക്കുക. നേരത്തെ പട്ടി വന്നപ്പോ ഇടയ്ക്ക് ഇടുങ്ങിയിരിക്കുന്ന ഭാഗം വരെ ഉണ്ടായിരുന്നു. നേരത്തെ പന്നി കയറി കിടക്കുന്നു. അതല്ലേ, നോക്കി അറിയാൻ പോണോ? പതുക്കെ പോ, പതുക്കെ ഇറങ്ങി. ഇതൊരു മുകളിലോട്ട് കയറാൻ പറ്റുമോ? ഇറങ്ങി പറയുന്നത് അപ്പം നമ്മുടെ ഈ ഒരു കുടുക്കുത്തുപാറയിലേക്കുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഒരു നല്ല ഒരു രസമുള്ള യാത്രയായിരുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല,
എൻ്റെ കുറേ കുഞ്ഞുങ്ങളും എൻ്റെ വൈഫും അടക്കം ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു യാത്രയ്ക്ക് വന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളോട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണോടൊന്ന് എനേബിൾ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. അപ്പം നമ്മുടെ കുടുക്കുത്തുപാറയിലെ നമ്മുടെ സെക്യൂരിറ്റി സാർമാരാണ്. എത്ര മണിക്ക് സാർ രാവിലെ ഇവിടെ ഓപ്പണിങ്? എത്ര മണിക്ക് രാവിലെ ഓപ്പണിങ്? 9 മണി. 9 മണിക്ക്. വൈകുന്നേരം 4 മണി വരെ. ഒരാൾക്ക് എൻട്രി ഫീസ് 20 രൂപ. വാഹനങ്ങൾക്ക് 4 വീലർ 30, 2 വീലർ 15, 3 വീലർ 20. ഓക്കെ ഓക്കെ ഓക്കെ. ഇങ്ങനെയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഇവിടെ ഓഫുള്ള ഓഫുള്ള ദിവസം ഇല്ല, എല്ലാ ദിവസം എല്ലാ ദിവസവും. പിന്നെ ഇവിടെ വന്നിട്ട് 360 സ്റ്റെപ്പ് മേളിൽ കയറിയ, മേളിൽ ചെന്നാൽ പൊന്മുടി, ജടായുപ്പാറ, 4 ജില്ലകൾ, നല്ല സീനറി, നല്ല കാറ്റ് കണ്ട് ഉറങ്ങും. അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളാ കേട്ടോ. കണ്ടോ നിങ്ങൾ? ഇതെല്ലാം കാറ്റുമെല്ലാം ഉണ്ടോ മേളിൽ? കാറ്റുണ്ട്, നല്ല കാറ്റാണ്. അതാണ് നല്ല സ്ഥലമാടാ. എൻ്റെ സ്ഥലം ആനക്കുളം അല്ലേ? എൻ്റെ പേര് ഇന്ദ്രൻ. ഓക്കെ. അപ്പം നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ദ്രൻ സാറാണ്. സാറ് ആനക്കുളത്തുള്ളതാണ്. എന്തായാലും നിങ്ങളുടെ യാത്ര വളരെ ഞങ്ങളെ യാത്ര നല്ല തീർച്ചയായിട്ടും നല്ല യാത്രയായിരുന്നു. ഇഷ്ടംപോലെ ആളുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ആളോ ഇന്നത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ഇന്നലെ മെനിയാന്നെല്ലാം നല്ല ആളായിരുന്നു. പക്ഷേ ഇന്നാണ് കൂടുതൽ കളക്ഷൻ ഇല്ലേ? 15 രൂപ പുറത്തായി. ഓ ശരി. അപ്പം ഏറ്റവും വലിയ കളക്ഷൻ ഇന്നത്തെ കളക്ഷനാണ്. 15,000 രൂപയോളം ഇന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമല്ലായിരുന്നു രാവിലെ ഇവിടെ. ഇപ്പോൾ നേരത്തെ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും യാത്ര ഒരു കുഞ്ഞു ട്രിപ്പിന് ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് പോരുക. അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഒന്ന് എൻജോയ് ചെയ്ത് പോകാം. ഓക്കെ.